എടാ ഓഫീസുകാര് നിനക്ക് ലാപ്ടോപ്പ് തരാൻ നേരത്ത് പക്ഷേ എടാ മോനെ നിനക്ക് ഞാനൊരു ഉപദേശം തരാം. പക്ഷെ മോനെ ഇത് നീ നിന്റെ സീനിയേഴ്സിനോടോ കൂട്ടുകാരോടോ ആരോടും പറഞ്ഞു കൊടുക്കല്ലേ മോനെ, ഇത് നിന്റെ മനസ്സിൽ തന്നെ വെക്കണം. എടാ മോനെ നിന്നോടല്ല, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മോനെ. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇപ്പൊ കോളേജ് പാസ് ഔട്ട് ആയിട്ട് വന്നിട്ട് വലതുകാല് വെച്ച് കോർപ്പറേറ്റിലോട്ട് കയറിയിട്ട് വലിയ എന്തോ ആക്കാൻ പോവാണെന്നുള്ള ഒരു മനവിശ്വാസം കൊണ്ട് ഇപ്പൊ ഓഫീസിൽ കയറിയ പാവം എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടുമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് ഒരു തെണ്ടിയും ഇല്ലടാ, ഒരുത്തിനും നിങ്ങൾക്ക് ഈ ഐഡിയ പറഞ്ഞു തരത്തില്ല, ഞാൻ ഒഴികെ. ഞാൻ പക്ഷെ നിങ്ങൾക്ക് അത് കാര്യം പറഞ്ഞു തരും. കാരണം എനിക്ക് ഒരാൾ ഇത് പറഞ്ഞു തന്നു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത് നീ മനസ്സിൽ തന്നെ വെക്കണേടാ. മനസ്സിൽ വെച്ചാൽ മാത്രം പോലെ എക്സിക്യൂട്ടും ചെയ്യണം. പക്ഷെ ഇത് ആരോടും നീ പറയരുത് മോനെ. എന്നെ നീ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. സംഗതി എന്താണെന്ന് പറഞ്ഞു തരാം. നീ മെയിൻ സംഭവം എന്താന്ന് വെച്ചാല് ലാപ്ടോപ്പ്. എടാ ഓഫീസുകാര് നിനക്ക് ലാപ്ടോപ്പ് തരാൻ നേരത്ത് വീട്ടുകാരോട് നീ സന്തോഷത്തോടെ പറയും, എനിക്ക് ഓഫീസിൽ കയറാൻ നേരത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് ലാപ്ടോപ്പ് തന്നു, ഓഫീസിൽ നിന്ന് ബാഗ് തന്നു, കുപ്പി തന്നു, മഗ് തന്നു, ജാറ് തന്നു. എടാ അത് സ്വാഭാവികം, നമ്മൾ പറഞ്ഞു പോകും. കാരണം അത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എടാ മോനെ. ഫ്രീ ആയിട്ട് ഒരു കിറ്റ് നിറച്ച് സാധനങ്ങൾ കിട്ടാൻ നേരത്ത് നമ്മളത് സന്തോഷത്തോടെ എല്ലാവരോടും പറയൂടാ. ഓക്കെ, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനും പറഞ്ഞായിരുന്നു. അതുകൊണ്ട് മോനെ പക്ഷേ ഇതൊരു ട്രാപ്പാണ്. ഡെസ്ക്ടോപ്പിനോ കമ്പ്യൂട്ടറിനോ പകരം നിന്റെ കയ്യിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ മോനെ കമ്പനിക്ക് ഒരു അസംഷൻ ഉണ്ട്, നിന്റെ കയ്യിൽ ഈ കുന്ത കൊണ്ടുകൊണ്ട് നീ ദിവസത്തിൽ എന്ന് ഇമ്പോർട്ടന്റ് വർക്ക് വന്നാലും നീ പണിയെടുക്കും. അതുകൊണ്ട് അതാടാ ട്രാപ്പ്, അതൊരു ട്രാപ്പാടാ. അപ്പം സംഗതി മനസ്സിലായില്ലേ? അവന്മാർ നിന്നെ 24 മണിക്കൂറത്തേക്ക് വിലക്ക് എടുത്തു, അതിനാണ് ഈ കുന്ത നിന്റെ കയ്യിലോട്ട് തന്നത്. പക്ഷേ ഭയം വേണ്ടടാ, ജാഗ്രത മതി. ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ അതിജീവിക്കണം. അതിജീവിതം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ടെൻഷൻ അടിക്കണ്ട. വളരെ സിമ്പിളാണ്, ഒട്ടും റോക്കറ്റ് സയൻസ് അല്ല, സിമ്പിൾ കാര്യമാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നിന്ന് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യേ. കാര്യം ശരിയാ, നിനക്ക് ഇത് എപ്പോൾ പണി വന്നാലും ചെയ്യേണ്ടി വരും. അത് നിനക്ക് മാറ്റാൻ പറ്റത്തില്ല മോനെ, അത് നിനക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അത് നീ മാറ്റി വയ്ക്കുക. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് രീതിയിൽ മാറ്റിയെടുക്കും എന്നുള്ളതാണ് മെയിൻ കാര്യം. അതായത് ഓഫീസ് 6:30 വരെയാണെന്ന് വിചാരിച്ചോ, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു അയക്കേണ്ട മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം. അത് നീ വീട്ടിലെത്തിയിട്ട് രാത്രി 11 മണിക്കോ 11:30ക്കോ ആ മെസ്സേജ് അയക്കണം മോനെ, നിന്റെ മാനേജറിനെ CC വെച്ചിട്ട്. അതേപോലെ ഏതെങ്കിലും ഒരു മെയിൽ ഡ്രാഫ്റ്റ് ആക്കി വെച്ചിട്ട് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് 5 മണിക്കോ 6 മണിക്കോ നീ ആ മെയിൽ അയക്കണം, നിന്റെ മാനേജറിനെ CC വെച്ചിട്ട്. കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ഇത് ഒട്ടും സിമ്പിൾ അല്ല മോനെ. കോർപ്പറേറ്റിലോ സെയിൽസിലോ IT-ലോ എവിടെ ആണെങ്കിലും പണി എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പണി എടുക്കുന്നുണ്ട് എന്ന് നിന്റെ മാനേജറിനോട് തെളിയിപ്പിക്കുന്നത്. മോനെ നീ പണി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീ പണി എടുത്തു, ആ എഫേർട്ട് ഇട്ടു എന്ന് അങ്ങേർക്ക് മനസ്സിലാവണം. അതിനാണ് ഈ കാര്യം. അപ്പം അദ്ദേഹം രാവിലെ ഓഫീസിൽ പോയി 10 മണിക്ക് മെയിൽ ഓപ്പൺ ആക്കാൻ നേരത്ത് കാണുന്നു, കാർത്തിക്കിൻ്റെ മെയിൽ രാത്രി 10:30. 5:30 അവൻ്റെ മെയില്. കമോൺ എടാ, ഇത് നടന്ന കാര്യമാണ്, ഇത് സംഭവിച്ചിട്ടുണ്ട്. എടാ എൻ്റെ അടുത്ത് ഒരു ദിവസം, എടാ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് അയാൾ ഇങ്ങനെ രാവിലെ ചായ കുടിക്കാനായിട്ട് വെള്ളിലോട്ട് ഇറങ്ങാൻ നേരത്ത് പറയുക, മോനെ കാർത്തികെ കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കണോടാ. കാര്യം ശരിയാ, നീ ബാച്ചിലറാ, നിനക്ക് വേറെ കാര്യങ്ങളും നോക്കണ്ട, പക്ഷെ മോനെ ഹെൽത്ത് കൂടെ നോക്കണ്ടേടാ. ഇങ്ങനെ രാത്രിയിൽ ഒന്നിരുന്ന് മെയിൽ നോക്കാതെ ഓഫീസിൽ നിന്ന് പോകുന്നതിന് ഒരു 1/2 മണിക്കൂർ എക്സ്ട്രാ പണിയെടുക്കുക, എക്സ്ട്രാ ഇരുന്ന് നീ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. എന്തിനാടോ ഇങ്ങനെ രാവിലെയും രാത്രിയിലും സമയം പോലും നോക്കാതെ പണിയെടുക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സാർ കുഴപ്പമില്ല സാർ, മന്ദൻ്റെ അല്ലായിരുന്നു, എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ മിസ്സായി പോകും സാർ. അതൊന്നും കുഴപ്പമില്ല സാറേ, ഞാനിതിങ്ങ് ചെയ്തോളാം. അപ്പം അങ്ങനെ തോളത്ത് തട്ടിയിട്ട്, കൊള്ളാനോടാ നീ, അതാണ് അങ്ങനെ തോളത്ത് തട്ടണം. അപ്പത്തേക്കും നീ വിജയിച്ചു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ട്യൂഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് കോർപ്പറേറ്റിലും സെയിൽസിലും IT-ലും ഒക്കെ ജോയിൻ ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും ഹൃദയത്തിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ്. അപ്പം ശരി മോനെ, നാളെ കാണാം. ടാറ്റാ.